ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന പദ്ധതികളിൽ പലതും പെരുവഴിയിലാണ്, അതായത് പാതി വഴിയിലാണ്. പലതും നടപ്പാക്കിയിട്ടില്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയും പൂർണ്ണമായി നടപ്പാക്കിയെന്നുള്ള അവകാശവാദം പോലും ഇപ്പോൾ ഉന്നയിക്കാൻ ഈ UDF ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പോയിന്റ് കൂടിയുണ്ട്. തുടർച്ച എന്ന മുദ്രാവാക്യം പ്രചരിപ്പിക്കാനായി ഈ അടുത്ത കാലത്ത് ടെലിവിഷൻ ചാനലുകളെ പോലും കൂട്ടിപ്പിടിച്ച് സർവേകൾ നടത്തി അടുത്ത തവണയും UDF ഗവൺമെൻറ് അധികാരത്തിൽ വരും എന്ന് വരുത്തി തീർക്കാനായി കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു ന്യൂസ് ആൻഡ് വ്യൂസിൽ. നമ്മോടൊപ്പം അതിഥികളായി ശ്രീ MB രാജേഷ് MP ചേരുന്നു. അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലിയുണ്ട്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യുവ നേതാവായിട്ടുള്ള BRM ഷഫീറുണ്ട്. അതോടൊപ്പം മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കർ ചേരുന്നു. PC ജോർജ് MLA-യും അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJP നേതാവിനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലിയിലേക്ക് തന്നെ പോകുന്നു. ഈ UDF ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, തറക്കല്ലിട്ടിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പലതും പാതി വഴി നിൽക്കുകയുമാണ്. ഏതെങ്കിലും ഒന്നെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതി പൂർത്തിയാക്കി എന്ന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതേസമയം അഴിമതി ആരോപണങ്ങളും ഒരുപാട് വിവാദങ്ങളിലും പെട്ട് ഈ ഗവൺമെൻറ് ബുദ്ധിമുട്ടിലും നിൽക്കുന്നു. എന്ത് തോന്നുന്നു ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ? പ്രത്യേകിച്ചും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിൽ ഒരു സർവേ വരികയും ആ സർവേയിൽ UDF ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആ സർവേ ഫലം വ്യക്തമാക്കുകയും ചെയ്തത് ഒരുപാട് നവമാധ്യമങ്ങൾ കളിയാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് ഈ പറഞ്ഞിട്ടുള്ള ചാനൽ, സർവേ നടത്തിയിട്ടുള്ള ചാനലിൽ ആദ്യമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഭരണ തുടർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അരുവിക്കര ഇലക്ഷന് മുമ്പ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായി നിൽക്കുന്ന സമയത്ത് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. അന്ന് എനിക്ക് സഖാക്കളായിരുന്നു ഒരുപാട് ചീത്തങ്ങൾ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അതിന് ഞാൻ രണ്ട് കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ, ഒന്ന്, കൊച്ചി മെട്രോ ഓടിത്തുടങ്ങും. രണ്ടാമത്തെ കാര്യം, ഈ ലൈറ്റ് മെട്രോ തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ കോഴിക്കോടും വരും. അതുപോലെ തന്നെ ഈ വിഴിഞ്ഞം പോർട്ടിന് തറക്കല്ലിടും. ഇതിൻ്റെ എല്ലാം കൂടെ ഉമ്മൻചാണ്ടിയുടെ കഴിവുകേടിൻ്റെ ഒരു ഉദാഹരണമാണെങ്കിൽ പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ ചെയ്യുന്ന പണിയാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. ആ പരിപാടി ജനങ്ങളുടെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെന്ന്. പക്ഷേ ചില ഇമ്പാക്റ്റുകൾ പല മേഖലകളും ഉണ്ടാക്കിയിട്ട് അരുവിക്കര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പം അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന രീതിയിലായിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അരുവിക്കര കഴിഞ്ഞോട് ആളുകൾ എന്നോട് ചോദിച്ചു തുടങ്ങി, ഇതെങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ആളുകൾക്ക് തോന്നി. പക്ഷേ അന്നും ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ, ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഈ കൊച്ചി മെട്രോ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ലൈറ്റ് മെട്രോ ഞാൻ കോഴിക്കോട് എന്ന രീതിയിൽ അവിടുത്തെ നിലയിൽ തന്നെ അവിടെയുള്ള ട്രാഫിക് ബ്ലോക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരം ആ സുമ ബുക്സിൻ്റെ മുന്നിൽ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ തീരുന്ന പ്രശ്നം ഇവിടെ ഉള്ളൂ. കാലാകാലമായിട്ട് ഇവിടെ വെച്ച ഒരു ഗവൺമെൻറ് അത് ചെയ്തിട്ടില്ല. അപ്പം എന്നാൽ ഈ കൊച്ചി മെട്രോ ഏതാണ് മുന്നോട്ട് പോകുന്നു. വിഴിഞ്ഞം എന്തായി തീരുമെന്നും പറയാൻ പറ്റില്ല. വിഴിഞ്ഞത്ത് ഞാൻ കൂടുതൽ പ്രതീക്ഷ നടപ്പിക്കും. എങ്കിൽ നാട്ടുകാർക്ക് പ്രതീക്ഷയുണ്ട്. അത് എങ്ങനെ ആയിത്തീരും നമുക്ക് കാണാം. റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ലൈറ്റ് മെട്രോയുടെ പണി ഏതാണ്ട് ഈ ഒരു ടേം കഴിയുമ്പോൾ തുടങ്ങും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചടിയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബാർക്കോയ ഉൾപ്പെടെയുള്ള കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് അരുവിക്കര ഇലക്ഷൻ്റെ സമയത്ത് നമ്മളെല്ലാം നടത്തിയ ടെലിവിഷൻ ചാനലുകൾ കൊണ്ടുവന്ന ചില ചില വെളിപ്പെടുത്തലുകളാണ്. ഇന്നിപ്പം പല മേഖല, ഇപ്പം വസ്തുതാ പഠന റിപ്പോർട്ടൊക്കെ പുറത്തു വരേണ്ടായി. കൃത്യമായി മാണിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള തിരിച്ചടിയുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇതല്ല ഉമ്മൻചാണ്ടിക്ക് ഭരണസ്ഥിരത ഉണ്ടാവും എന്ന് പറയാൻ കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ ശൈഥില്യമാണ്. പിണറായി വിജയനും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും ഒരുമിച്ച് ഒരു വണ്ടിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യാൻ തീരാവുന്ന പ്രശ്നങ്ങൾ തൽക്കാലം ഈ പാർട്ടിയിലുള്ളൂ. എന്നാൽ അവരത് തയ്യാറാവുന്നത്. ഇന്നും ഗ്രൂപ്പ് പോര് അതിശക്തമായി നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പ് പോര ഫലമായിട്ട് സഹാക്കൾ പലപ്പോഴും മിണ്ടാത്തൊരവസ്ഥയുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായ പ്രതിരോധം ഉണ്ടാക്കാനും അഗ്രസീവായിട്ട് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് പറ്റുന്നില്ല. ഈ ഇടതുപക്ഷത്തിൻ്റെ വീഴ്ചയാണ് സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും ഗുണകരമാകാൻ പോകുന്നത്. അല്ല, ഓക്കെ, നമുക്കോട് ഇപ്പോൾ പ്രതികരിക്കാൻ ശ്രീ MB രാജേഷ് MP നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാജേഷ്, ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ 4 വർഷമായി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നുള്ള ഒരു പ്രതീതി, ഹൈപ്പ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടായിരിക്കുന്നു. പല പദ്ധതികളും പാതി വഴിയിലാണ്. ഒന്നും ഒരു തുടർച്ച, മാത്രമല്ല ഭരണ തുടർച്ച എന്നൊരു മുദ്രാവാക്യം വളരെ വ്യാപകമായി പല കോർണറുകളിൽ നിന്നും പ്രചരിപ്പിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളെ പോലും അതിനായിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം ജനസമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കിയെന്ന് കൃത്യമായി അവകാശപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. എങ്ങനെ കാണുന്നു ശ്രീ രാജേഷ്?
എനിക്ക് തൊട്ട് മുമ്പ് ഇപ്പൊ സംസാരിച്ചിരുന്നത് ആരാണെന്നൊന്ന് വ്യക്തമാക്കാമോ? ശ്രീ ഫക്രുദ്ദീൻ അലിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പോ പ്രദീപിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഭരണ തുടർച്ച എന്നുള്ളതല്ല, ഭരണ തകർച്ച എന്നതാണ് യാഥാർത്ഥ്യം. ആ ഭരണ തകർച്ച മറച്ചു വെക്കാൻ ഭരണ തുടർച്ച എന്നിങ്ങനെ നിരന്തരമായിട്ട് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭരണ തകർച്ചയും ഭരണ പരാജയവും മറച്ചു വെക്കുന്നതിനുള്ള ഒരു അടവ് എന്ന നിലയിൽ മാത്രമാണ്. ഒരു മുഴം മുമ്പെറിയുക എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് ഈ പ്രചരണത്തിൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ എന്തടിസ്ഥാനത്തിലാണ് UDF ഗവൺമെന്റിന് ഭരണ തുടർച്ച അവകാശപ്പെടാൻ കഴിയുക? ഒന്നാമത്തെ കാര്യം സമാനതകളില്ലാത്ത അഴിമതിയാണ്. രണ്ടാം UPA ഗവൺമെന്റിനെ അനുസ്മരിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പതനത്തെയാണ് ഈ ഗവൺമെന്റ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അഴിമതി മറച്ചു വെക്കുക, അഴിമതിയിലൂടെ ഉണ്ടായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, അതിനെയൊക്കെ മറികടക്കാനുള്ള പാഴ്ശ്രമമാണ് ഈ ഭരണ തുടർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ ഭരണത്തിന്റെ കഥ എന്താണ്? ഭരണത്തിന്റെ കഥ എടുത്ത് നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ധനകാര്യമന്ത്രി KM മാണി നിയമസഭയിൽ പറഞ്ഞത്, ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 84,000 കോടിയുടെ കടം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ആകെ ഉണ്ടായിട്ടുള്ള കടത്തേക്കാൾ കൂടുതലാണ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള കടം. മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, പ്രതിശീർഷ കടം ആളൊന്നിന് 46,000 രൂപ കടക്കാരാണ് മലയാളികളെല്ലാം എന്നുള്ളത്. അതാണോ ഈ ഗവൺമെന്റിന്റെ സംഭാവന? ഇത്രയും രൂപ കടം വന്നു എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് വിനിയോഗിക്കപ്പെട്ടത്? ഇത്രയും രൂപ പൊതുകടം വന്നു എന്ന് പറയുമ്പോൾ അത് അഴിമതിയിലേക്കുള്ള വിരൽ ചൂണ്ടൽ കൂടിയാണ്. എത്ര വലിയ കൊള്ളയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് എന്നതിൽ തെളിവുമാണ്. പിന്നെ കേരളം കൈവരിച്ചിട്ടുള്ള എല്ലാ സാമൂഹിക നേട്ടങ്ങളെയും കേരള വികസന മാതൃക എന്ന് പുകൾപെറ്റ ആ വികസന മാതൃകയുടെ ഖ്യാതിയായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകളായിട്ടുള്ള സാമൂഹിക നേട്ടങ്ങളെ മുഴുവൻ പൊളിച്ചടുക്കിയിട്ടുള്ള ഗവൺമെന്റാണ് ഈ കഴിഞ്ഞ 4 വർഷത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖല തന്നെ എടുത്തു നോക്കൂ. SSLC റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസ മേഖല മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ ഉണ്ടായിട്ടുള്ള നിലവാര തകർച്ച, ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. ഒരു SSLC പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്തി ഫലം പ്രഖ്യാപിക്കാത്ത ഒരു ഗവൺമെന്റിന് എന്ത് തുടർച്ച അവകാശപ്പെടാനാണ് അധികാരമുള്ളത്? എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണുള്ളത്? ആരോഗ്യ മേഖലയും പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും എങ്ങനെയാണ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ തിരിച്ചുവരവ്, അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ സെക്സ് റേഷ്യോയിൽ തന്നെ കുറവുണ്ടാകുന്നു. ഗുജറാത്തിന്റെയൊക്കെ പാതയിലേക്ക് കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്സ് റേഷ്യോ കേരളത്തിന്റെ വികസന മാതൃകയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിരുന്നു സ്ത്രീ പുരുഷ അനുപാതം. ആ സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകൾക്കെതിരായിട്ട് ഇപ്പോൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്ത്രീ പീഡനങ്ങൾ, ഇത് നമ്മൾ കാണുന്നു. ക്രമസമാധാന തകർച്ച, ലോക്കപ്പ് മുറികൾ കൊലയറകളായിത്തീരുന്നു. പരസ്പരം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ക്രമസമാധാന തകർച്ച, പ്രത്യേകിച്ച് സ്ത്രീ പീഡനങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഗവൺമെന്റിന് ഭരണ തുടർച്ച അവകാശപ്പെടാൻ കഴിയുക? ഇനി വികസനത്തിന്റെ കാര്യം എടുക്കുക. വികസനത്തിന്റെ മറവിൽ എന്താ കേരളത്തിൽ നടന്നിട്ടുള്ളത്? വികസനത്തിന്റെ മറവിൽ കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ, അതുപോലെ തന്നെ പൊതു സ്വത്ത്, കുത്തകകൾക്ക് കൈയടക്കാൻ അവസരം ചെയ്തു കൊടുക്കുക എന്നതാണ് വികസനത്തിന്റെ മറവിൽ നടന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഗ്ലയറിംഗ് എക്സാമ്പിൾ എന്ന് പറയാവുന്ന ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതിയെ ഇടതുപക്ഷം എതിർക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖം വരണം എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. പൊതുവിൽ ആരും എതിർക്കുന്നില്ല. അപ്പോ ജനങ്ങൾക്ക് വികസനത്തോടുള്ള ഒരു ആഭിമുഖ്യത്തെ മറയാക്കിക്കൊണ്ട് സമാനതകളില്ലാത്ത കൊള്ളയും ചൂഷണവും ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തെളിവാണ് 6,000 കോടിയുടെ ഭൂമിയും പൊതുസ്വത്തും അദാനിക്ക് കൈമാറി. അദാനി ഒരു പൈസ പോലും കയ്യിൽ നിന്ന് മുടക്കാതെ 68% മുതൽ മുടക്കും സംസ്ഥാന സർക്കാർ നിർവഹിച്ചിട്ടും അദാനിക്ക് ഉടമസ്ഥത കൈമാറുന്നു. 15 വർഷത്തേക്ക് മുഴുവൻ വരുമാനവും എടുക്കാനുള്ള അധികാരം കൊടുക്കുന്നു. എക്കാലത്തും അത് കഴിഞ്ഞ് 60 വർഷം വരെ ഒരു ഘട്ടത്തിലും അദാനിക്ക് 60% താഴെ ആയി പോകാത്ത തരത്തിൽ കരാർ ഉറപ്പിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത ഒരു PPP കരാറിൽ ഈ ഗവൺമെന്റ് ഏർപ്പെടുന്നു. അതിന്റെ അഴിമതി എത്രയായിരുന്നു, കമ്മീഷൻ എത്രയായിരുന്നു എന്നൊക്കെയുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ ഒരുപക്ഷെ പിന്നീട് വരുമായിരിക്കും. അപ്പൊ
ഇങ്ങനെ ഒരു ഗവൺമെന്റിന് എങ്ങനെയാണ് ഭരണ തുടർച്ച അവകാശപ്പെടാനാവുക? ശ്രീ രാജേഷ് ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. അതായത് വിഴിഞ്ഞം പദ്ധതി ഉയർത്തിക്കാട്ടുന്നു, അതോടൊപ്പം കൊച്ചി മെട്രോ ഉയർത്തിക്കാട്ടുന്നു, സ്മാർട്ട് സിറ്റി പറയുന്നു, LNG സിറ്റി ഗ്യാസിനെ കുറിച്ച് പറയുന്നു, കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് പറയുന്നു. ഒരുപാട് പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ അതുപോലെ ലൈറ്റ് മെട്രോ, നാഷണൽ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്ക്, ജനസമ്പർക്ക പരിപാടി. ജനങ്ങൾക്ക് ഇതൊക്കെ മതിയോ, അല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ? അത് ആ രീതിയിലേക്ക് ഒരു ചർച്ച വരുന്നുണ്ടോ? എന്നോടാണോ ചോദ്യം? അതെ, രാജേഷിനോട് തന്നെ. ഒന്നാമത്തെ കാര്യം, ഇത് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നേരത്തെ ആരംഭിച്ചിട്ടുള്ള പദ്ധതികൾ, ഈ വികസന പദ്ധതികൾക്കെല്ലാം ഒരു തുടർച്ചയുണ്ട്. കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അത്തരത്തിലൊരു തുടർച്ചയുണ്ട്. ചില പദ്ധതികൾ തുടങ്ങിയ ഗവൺമെന്റിന്റെ കാലത്താവണമെന്നില്ല പൂർത്തീകരിക്കുക. ചിലത് എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് പോയി തുടങ്ങുന്നത് മറ്റൊരു ഗവൺമെന്റിന്റെ കാലത്തായിരിക്കും. കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ അതാണ് അനുഭവം. അപ്പോ അത്തരത്തിലുള്ളതിന്റെ എല്ലാം ക്രെഡിറ്റ് തങ്ങൾക്ക് മാത്രമാണെന്ന് നല്ല സമർത്ഥമായിട്ടുള്ള PR വർക്കിലൂടെ സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൊച്ചി മെട്രോ അട്ടിമറിക്കാൻ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും കൂട്ടർ ശ്രമിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീധരനെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതുപോലെ DMRCയെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിൽ കമ്മീഷൻ അടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പൊളിഞ്ഞത് എന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നടത്തിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ, MP എന്ന നിലയിൽ അന്ന് സഖാവ് P. രാജീവ് നടത്തിയ ഇടപെടൽ, ഇതിന്റെ എല്ലാം ഫലമായിട്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും UDF-ന്റെയും ഗൂഢപദ്ധതി പൊളിഞ്ഞു പോയിട്ടുള്ളത് എന്നും അറിയാം. അപ്പോ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വികസന പദ്ധതികൾ ഒരു സർക്കാരിന്റെ കാലത്ത് നിന്ന് ആരംഭിച്ചത് അതിന് സ്വാഭാവിക തുടർച്ചയുണ്ടാവുമല്ലോ. അത് മുഴുവൻ തങ്ങളുടെ മേന്മയാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിഹാസ്യമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിൽ കൊച്ചി മെട്രോ അതിന്റെ ഒന്നാന്തര ഉദാഹരണമാണ്. നേരത്തെ LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ച കൊച്ചി മെട്രോ യഥാർത്ഥത്തിൽ തുരങ്കം വെക്കാനാണ് ഇവർ ശ്രമിച്ചത്. പിന്നെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണല്ലോ ശ്രീധരനെയും DMRC അംഗീകരിച്ചത്. ഇതൊന്നും ആളുകളുടെ ഓർമ്മ അത്ര ചെറിയതല്ലല്ലോ. അതുപോലെ കണ്ണൂർ വിമാനത്താവളം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആരംഭിച്ചതാണ്. ഇത് ഒരു പദ്ധതിക്ക് കുറച്ചു കാലം എടുക്കുമല്ലോ ഒരു പദ്ധതി യാഥാർത്ഥ്യമായി തീരുന്നതിന് വേണ്ടി. അപ്പോ അതല്ലാതെ ഈ ഗവൺമെന്റിന്റെ തനത് എന്ന് വിശേഷിപ്പിക്കാവുന്ന എന്തൊന്ന്, ഇവിടെ ആഗോള നിക്ഷേപക സമ്മേളനം നടത്തിയില്ലേ? എന്താണ് അതിന്റെ സ്ഥിതി എന്നൊന്ന് ഗവൺമെന്റ് വ്യക്തമാക്കണ്ടേ? ആഗോള നിക്ഷേപക സമ്മേളനത്തിന് വേണ്ടി ചെലവാക്കിയ തുക എത്ര നിക്ഷേപം അതിന്റെ ഫലമായിട്ട് കേരളത്തിലേക്ക് വന്നു? എന്തെല്ലാമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്? BMW വരാൻ പോകുന്നു, ഫോർഡ് വരാൻ പോകുന്നു, മെഴ്സിഡസ് ബെൻസ് ഇവിടെ വരാൻ പോകുന്നു, അവരുടെ പ്ലാന്റ് വരാൻ പോകുന്നു എന്നെല്ലാം കേട്ടതല്ലേ? ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയാതെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വന്ന മെട്രോ തങ്ങളുടെ നേട്ടമായിട്ട്, കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയച്ച ആരംഭിച്ച മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തങ്ങളുടെ നേട്ടമായിട്ട് കൊട്ടിഘോഷിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ശ്രീ എം പി രാജേഷ് MP ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. താങ്കളെ കുറച്ച് സമയം കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതേസമയം നമ്മോടൊപ്പം ഇപ്പോൾ അതിഥികളിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ BRM ഷഫീർ ഉണ്ട്. യുവ നേതാവാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയാനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇപ്പോൾ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും പദ്ധതികൾ ആദ്യമായിട്ട് താങ്കൾ ഇതിനെ ഖണ്ഡിക്കുന്നതിന് പകരമായിട്ട് UDF സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് നടപ്പാക്കിയ ഏതെല്ലാം പദ്ധതികളാണ്? പറയൂ. ഞാൻ പറയാം. ബഹുമാനായ രാജേഷിൻ്റെ ചർച്ച ഞാൻ കണ്ടുകൊണ്ട് അത്ഭുതത്തോടുകൂടി നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ ന്യൂസ് ആൻഡ് വ്യൂസിലെ ഈ ചർച്ച തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്ന ഒരു ചർച്ച, ഒരു ടോപ്പിക് എടുത്തത് തന്നെ കേരളത്തിലെ മൊത്തത്തിലുള്ള ജനവിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഗുഡ് ഫീലിംഗ് എൻ്റെ ഒരു ചലനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. രാജേഷ് ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് 40 കൊല്ലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണിത്. ഇവിടെ 1970 ഒരു ഇടുക്കി ഡാമും 1992 ലീഡർ ശ്രീ K. കരുണാകരൻ്റെ ശ്രമഫലമായ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ടും അല്ലാതെ രാഷ്ട്രീയ യുദ്ധങ്ങളുടെയും രാഷ്ട്രീയ വിവാദങ്ങളുടെയും ഫലമായിട്ട് ഇതെല്ലാം ഒരു കാര്യവും കേരളത്തിൽ നടക്കില്ല എന്നൊരു ഫീലിങ്സ് ഉണ്ടായിരുന്ന കാലത്താണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായത്. ബഹുമാനപ്പെട്ട രാജേഷ് അറിയാമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. ദേശീയ വളർച്ച, ശരാശരിയുടെ വളർച്ച 11.54 നിൽക്കുന്ന സമയത്താണ് കേരളത്തിൻ്റെ വളർച്ച ദേശീയ ശരാശരിയേക്കാളും വലിയ വളർച്ച. MB ആണല്ലോ രാജേഷ്. 15.35% വളർച്ച കേരളം നേടി. മറ്റ് സംസ്ഥാനങ്ങൾ നേടിയില്ല, ഉമ്മൻചാണ്ടിയുടെ കീഴിൽ നേടിയതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, 2016 ജൂണിൽ കൊച്ചി മെട്രോ ഇവിടെ ആലുവയിൽ നിന്ന് തുടങ്ങി തൃപ്പൂണിത്തുറയിലെ പേട്ട വരെ ഓടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാളങ്ങൾ എടുത്ത് വയ്ക്കുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുഞ്ഞല്ല. അത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സ്ഥലം ഏറ്റെടുത്തതായിരുന്നാലും നിർമ്മാണത്തിന് കൺസൾട്ടൻസി വെച്ചതായിരുന്നാലും കരാർ ഉറപ്പിച്ചതായിരുന്നാലും പാളമെടുത്ത് വയ്ക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി
2005 സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ ആരോപണം രാകേഷിന്റെ പാർട്ടി ഉന്നയിച്ചു. എന്താണെന്നറിയോ? ഇതൊരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഒരു കല്ലെടുത്ത് വെച്ചില്ല. ഞങ്ങൾ ചെയ്തു. നിങ്ങൾ കരാർ ഉറപ്പിച്ചിട്ട് പോയി. അത് സത്യമാണ്. കരാർ ഉറപ്പിച്ചത് VS-ന്റെ കാലത്താണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ സ്മാർട്ട് സിറ്റിയുടെ 6 ലക്ഷം അടി ചതുരശ്ര അടിയുള്ള കെട്ടിടത്തിന്റെ ഭാഗം പൂർത്തിയായി. 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തത് 2016 ജൂണിൽ ഉദ്ഘാടനത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. 15,000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടും. 3 കണ്ണൂർ വിമാനത്താവളം പറയാമല്ലോ. ഇടതുപക്ഷത്തിന്റെ പ്രമുഖനായ MLA ശ്രീമാൻ EP ജയരാജന്റെ മണ്ഡലമായ മട്ടന്നൂരിലെ മൂർഖൻ പറമ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട്, നെടുമ്പാശ്ശേരി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ എയർപോർട്ടായ കണ്ണൂർ വിമാനത്താവളം ഡിസംബർ മാസം 31-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. LDF സർക്കാരിന് അതിൻ്റെ പങ്കാളിത്തം എന്താണ്? അതുപോലെ തന്നെ വിഴിഞ്ഞം കരാർ നമ്മൾ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ആശങ്കകളും വിവാദങ്ങളും ഉണ്ടായാലും ശരി, വിഴിഞ്ഞം തുറമുഖം നവംബർ മാസം 1-ാം തീയതി പണി തുടങ്ങും. അതുപോലെ തന്നെ 1970 കോടി രൂപയുടെ ബൈപ്പാസ് നിർമ്മാണങ്ങൾ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് പാറശാലയിലേക്ക് പോകുന്നത്, ഫക്രൂന് അറിയാമല്ലോ, പാറശാലയിലേക്ക് പോകുന്ന 4 വരിപ്പാത, കോഴിക്കോട് ബൈപ്പാസ്, അതുപോലെ തന്നെ ആലപ്പുഴ ബൈപ്പാസ്, കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ബൈപ്പാസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ, താങ്കൾക്ക് മുഴുവൻ അവസരവും തരാം. പക്ഷേ ഇതെല്ലാമാണല്ലോ ഒരു സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് പറയുന്നത്. അതിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞത് 9 മെഡിക്കൽ കോളേജ്, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ അഴിമതിയാണ്, ഈ സർക്കാർ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ 9 മെഡിക്കൽ കോളേജ്, പാലക്കാട് ശ്രീമാൻ MP രാജേഷിന്റെ സ്ഥലത്തുള്ള മെഡിക്കൽ കോളേജ് ആദിവാസികൾക്കും ദളിത് വിഭാഗത്തിനുമായിട്ട് സംവരണം ചെയ്യപ്പെട്ട മെഡിക്കൽ കോളേജാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജ് ഈ MP രാജേഷ്. വിവാദങ്ങൾ ഉണ്ടാവട്ടെ, തുടങ്ങി വെച്ചല്ലോ. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുപോലെ ഈ എല്ലാ നിയോജക മണ്ഡലത്തിലും സർക്കാർ കോളേജ്, 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ, 12 താലൂക്കുകൾ, ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു നിര തന്നെ ഗവൺമെന്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്ത് സാധാരണക്കാർക്ക് പാലം വന്നാൽ എന്താ ഗുണം? സാധാരണക്കാർക്ക് വിമാനത്താവളം വന്നാൽ എന്താ ഗുണം? സാധാരണക്കാർക്ക് സ്മാർട്ട് സിറ്റി വന്നാൽ എന്താ ഗുണം? ചോദ്യങ്ങളുണ്ടാവാം. ഞാൻ ചോദിക്കട്ടെ, 3-4 ജനസമ്പർക്ക പരിപാടിയിലൂടെ കണ്ണൂരിൽ ശ്രീമാൻ EP ജയരാജന്റെ സഹോദരി, പ്രിയപ്പെട്ട സഹോദരി ഓമന ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പങ്കെടുത്ത ജനസമ്പർക്ക പരിപാടിയിലൂടെ 71 കോടി രൂപയാണ് രാജേഷെ ഞങ്ങൾ വിതരണം ചെയ്തത്. കാരുണ്യ ലോട്ടറി നിങ്ങളുടെ കാലത്ത് സാന്റിയാഗോ മാർട്ടിൻ്റെതായിരുന്നു. ഞങ്ങൾ കാരുണ്യ ലോട്ടറി വിറ്റ് 701 കോടി രൂപ 86,000 പേർക്ക് ഞങ്ങൾ വിതരണം നടത്തി. കാരുണ്യ ലോട്ടറിയും പൊളിഞ്ഞു കിടക്കുക, ഒന്നുമില്ല, നടന്നുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗബാധിതർക്കുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും എന്റെ പ്രതിവേട്ട 82,000 ആളുകൾക്ക് ക്യാൻസർ രോഗികൾക്ക്. ശരി, ഒരു നിമിഷം. താങ്കൾ ഇത്രയും ശ്രീ രാജേഷിന് ഇതിനെക്കുറിച്ച് പറയാൻ കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ശ്രീ രാജേഷ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, UDF സർക്കാരിന്റെ തനതായ പദ്ധതി എന്ന് പറയാൻ എന്തുണ്ട്? മെട്രോയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ലജ്ജ എന്നൊരു വികാരമുണ്ടെങ്കിൽ ഇതിന്റെ അവകാശവാദം ഉന്നയിക്കാൻ അധികാരമില്ല എന്ന് മാത്രമല്ല, മെട്രോയിൽ നിങ്ങൾ ചെയ്തത് വൈകിപ്പിച്ചു എന്നുള്ളതാണ്. DMRCയെയും ശ്രീധരനെയും ഒഴിവാക്കിയിട്ട് പണം വാങ്ങാൻ, കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് അത് കുറെ വൈകിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ. ഒടുവിൽ എങ്ങനെയാണ് നിങ്ങൾ മൂക്കുകൊണ്ട് ക്ഷാവരച്ചതെന്നും ശ്രീധരനെയും DMRCയെയും കൊണ്ടുവരേണ്ടി വന്നതെന്നും എല്ലാവർക്കും അറിയാലോ. ഒരു ഘട്ടത്തിൽ ശ്രീധരൻ തന്നെ ഞാനിതിനില്ല എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ മനം മടുപ്പിക്കുന്ന ഇടപെടലുകൾ നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയും UDF നേതൃത്വവും എന്നിട്ട് ഇപ്പൊ ലജ്ജയില്ലാതെ ഞങ്ങളാണ് ഇതിന്റെ ആളുകൾ എന്ന് എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശ്രീധരൻ തന്നെയാണ് ഇപ്പൊ ഇത് ചെയ്തത്. രാജേഷ്, ബഹുമാനപ്പെട്ട MP, ശ്രീധരൻ തന്നെയാ, വേറെ ആരെയും കൊണ്ടുവന്നിട്ടില്ല. ഞാനോട്ട് നിങ്ങൾക്ക് ഒരു കൂസലും ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ. എങ്ങനെയാണ് ശ്രീധരനെ നിലനിർത്തിയത്? നിങ്ങൾ ഈ നാട്ടിലൊന്നും ഉണ്ടായിരുന്ന ആളല്ലേ? എങ്ങനെയാ ശ്രീധരനെ നിലനിർത്തിയത്? നിങ്ങളുടെ മിടുക്കുണ്ടായിരുന്നോ? വലിയ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. ഇടതുപക്ഷവും CPIM ഇടപെട്ടുകൊണ്ട് എത്ര തവണ ഇടപെടലുകൾ നടത്തി. നിങ്ങൾ നടത്തിയിട്ടുള്ള കള്ളക്കളികൾ ഓരോന്നും പുറത്തു കൊണ്ടുവന്നത് എങ്ങനെയായിരുന്നു? അങ്ങനെ ഗത്യന്തരമില്ലാതെ പൊതുജനാഭിപ്രായം എതിരായപ്പോൾ ശ്രീധരനെ നിലനിർത്തലല്ലാതെ മാർഗമില്ലാത്ത സ്ഥിതി വന്നു. നിങ്ങൾ കയ്യോടെ പിടികൂടി. അങ്ങനെയല്ലേ? ആർക്ക് പറഞ്ഞോട്ടെ? നിങ്ങൾ എന്താ വിചാരിച്ച ആളുകൾക്കെല്ലാം അൽഷിമേഴ്സ് രോഗമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇപ്പൊ TV-യിൽ വന്നിരുന്ന ശ്രീധരനെ ഞങ്ങളാ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ? അതൊരു പോയിന്റാണ്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ മേഖലയിലൊക്കെ വമ്പിച്ച നേട്ടങ്ങൾ കൈവരിച്ചു. ജനസമ്പർക്ക പരിപാടിയിൽ ഒരുപാട് സംഭാവനകൾ ജനങ്ങൾക്ക് എത്തിച്ചു നൽകി എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അതെ, ജനസമ്പർക്കമാണ് വേറൊരു അവകാശവാദം. ഇപ്പോ UDF-നെ പ്രതിനിധീകരിച്ച് സംസാരിച്ച അദ്ദേഹം തന്നെ പറഞ്ഞു, 71 കോടി വിതരണം ചെയ്തു 4 കൊല്ലം കൊണ്ടേ ജനസമ്പർക്കം എന്ന് പറഞ്ഞിട്ട്. ഇത് സാധാരണ വില്ലേജ് ഓഫീസ് വഴി വിതരണം ചെയ്യുന്ന കാര്യം മുഖ്യമന്ത്രി നേരിട്ട്
ചെലവാക്കുന്നു, വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 71 കോടി വിതരണം ചെയ്തുവെങ്കിൽ അതിന്റെ പന്തലിനും അതിന്റെ ആലഭാരങ്ങൾക്കുമായിട്ട് ചെലവാക്കിയത് എത്രയെന്ന് കൂടി കണക്കെടുത്ത് നോക്കണം. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ അത് വരും. അപ്പൊ മുഖ്യമന്ത്രിയുടെ PR വർക്കാക്കിയിട്ട് സാധാരണ സർക്കാർ കൊടുക്കുന്ന ധനസഹായങ്ങളെ എന്താ കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ള സഹായമാണ് എല്ലാ ഗവൺമെന്റിനും കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പന്തൽ കെട്ടി ആയിരക്കണക്കിന് ആളെ വിളിച്ചുകൂട്ടി ദർബാറാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അത് PR വർക്കിന് വേണ്ടി ഉപയോഗിക്കുക, ഒരു വില കുറഞ്ഞ പ്രചരണ തന്ത്രം എന്നല്ലാതെ മറ്റെന്ത്? എന്നിട്ട് പറഞ്ഞ മഹാതുക എത്ര? 71 കോടി. ഇവിടെ അതേസമയം മാസങ്ങളായിട്ട് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തിട്ടില്ല. കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, അഗതി പെൻഷൻ, ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട പെൻഷൻ ഇത്രകാലം കുടിശ്ശിക വരുത്തിയിട്ടുള്ള വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ടോ? ശ്രീ രാജേഷ്, നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ ശ്രീ ഫക്രുദ്ദീൻ അലി പറഞ്ഞ ഏതോ പരാമർശത്തെ കുറിച്ച് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? അത് ഞാൻ പറയാം, അത് പറയാം. ഇത് കൂടി വരട്ടെ. പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് എന്താ? വലിയ ബാധകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. പാലക്കാടിന്റെ ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യദേഹം ഒന്ന് പാലക്കാട് വന്ന് അന്വേഷിക്കൂ. എന്താ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്നുള്ളത്. ആ മെഡിക്കൽ കോളേജിന് എങ്ങനെയാണ് തൽക്കാലത്തേക്ക് ഇപ്പോ ആരുടെ ഔദാര്യം കൊണ്ടാണ് അംഗീകാരം, തൽക്കാലം മെഡിക്കൽ കൗൺസിലിന് അംഗീകാരം കിട്ടിയിട്ടുള്ളതെന്നും അത് തന്നെ എങ്ങനെയാണ് നിലനിൽപ്പ് ഭീഷണി നേരിടുന്നതെന്നും ആർക്കറിഞ്ഞൂടത്ത്. ഈ മെഡിക്കൽ കോളേജുകളുടെ എല്ലാം സ്ഥിതിത മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം പ്രത്യേകിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനത്തിന്റെ പേരിൽ വലിയ അഴിമതി ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. വലിയ അഴിമതി ആരോപണങ്ങളാണ്. ആര് നിയമനം നടത്തി, എങ്ങനെ നടത്തി, ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ. സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് അല്ല പാലക്കാട് മെഡിക്കൽ കോളേജ്. സർക്കാരിന് മെഡിക്കൽ കോളേജ് അല്ലാതെ സർക്കാർ രേഖ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാർ രേഖകൾ തന്നെയുണ്ട്. ഞാൻ വിവരാവകാശ നിയമപ്രകാരം കുറെ ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സർക്കാരിൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ്. പ്രാഥമികമായ എങ്ങനെ ഇന്റർവ്യൂ നടത്തി, എങ്ങനെ നിയമനം നടത്തി എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൽ വിവരം ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങളുടെ വിവരം പോലും സർക്കാരിന് ആ മെഡിക്കൽ കോളേജിനെ കുറിച്ചില്ലെങ്കിൽ എന്ത് സർക്കാർ മെഡിക്കൽ കോളേജ് എന്നാ അതിന് പറയാ? ഇത് ഇവരാരംഭിച്ചിട്ടുള്ള 9 മെഡിക്കൽ കോളേജുകളും കേരളത്തിന് ഭാവിയിൽ വലിയ ബാധ്യതയായിട്ടാണ് വരാൻ പോകുന്നത്. ഏത് ഗവൺമെന്റ് തുറന്ന അധികാരത്തിൽ വന്നാലും അവരുടെ തലയിലിരിക്കാൻ പോകുന്ന വെള്ളാനകളാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ എന്നതാണ് വസ്തുത. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രം ഇത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കുക, ഇതെല്ലാം പ്രതിസന്ധിയിലാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളും പ്രതിസന്ധിയിലാണ്. അപ്പോ ആരോഗ്യ മേഖല, പൊതുജനാരോഗ്യ സംവിധാനത്തെ തകർക്കുകയും എന്നിട്ട് ഇങ്ങനെ ഒരു സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത കുറച്ച് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ട് അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇന്ന് ഫക്രുദ്ദീൻ അലി നേരത്തെ പറഞ്ഞത് വളരെ ബാലിശമായി പോയി എന്നാണ്. VS-ഉം പിണറായിയും കൂടി ഒരു വണ്ടി കയറി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെ യാത്ര ചെയ്യാത്തതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലൊരു ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയിൽ നടത്തേണ്ട ഒരു പരാമർശമായില്ല. അത് ഫക്രുദ്ദീൻ അലി കുറച്ച് ഗൗരവമുള്ള രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അതിന് നിരക്കുന്നതായില്ല അദ്ദേഹത്തിന്റെ ബാലിശമായിട്ടുള്ള അഭിപ്രായ പ്രകടനം. വളരെ വ്യക്തമാണ്. വളരെ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. നമുക്ക് ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ കൂടി താങ്കളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. UDF സർക്കാർ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന പല പദ്ധതികളും പാതി വഴിയിലാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അതേസമയം ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യം വളരെയധികം ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നു. അത് പ്രചരിപ്പിക്കാനായി ആരോപണങ്ങളാണ് കോടിക്കണക്കിന് രൂപ വഴിവിട്ട് ചെലവഴിക്കുന്നു. പ്രത്യേകിച്ചും പ്രമുഖമായ ടെലിവിഷൻ ചാനലുകൾ വരെ സർവേ എന്ന പേരിൽ പോലും ഇതിന് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മോടൊപ്പം മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയ ചേരുന്നു. ശ്രീ ഷാജൻ സ്കറിയ, ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരസമയത്തുള്ള എന്ന ഒരു ടെലിവിഷനിലെ ഉണ്ടായ ഒരു സർവേ റിപ്പോർട്ട്, ഭരണ തുടർച്ച, അതായത് കേരളത്തിൻ്റെ പരിശോധിച്ചാൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വശത്ത്. അതേസമയം ഈ UDF ഗവൺമെൻറ്റിനെ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുന്ന വികസന പദ്ധതികളൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ള ആരോപണവും വലിയ അഴിമതി ആരോപണങ്ങളും നിലനിൽക്കുന്നു. കോടതികൾ വരെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നിരന്തരമായ ഓരോ ദിവസവും കോടതി വിധികൾ വരുന്നു. ഭരണ തുടർച്ച എന്നതിന് പകരം ശ്രീ MP രാജേഷ് തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ് ഭരണ തകർച്ചയാണെന്നാണ്. പക്ഷേ ഈ ഭരണ തുടർച്ച ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ, ഒരു ഹൈപ്പ്, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരു പ്രൊഫഷണലിസമായിട്ട് കാണേണ്ടി വരുമോ? ഈ ഭരണ തുടർച്ച എന്ന് പറയുന്ന ആശയം ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ UDF-ൻ്റെയും LDF-ൻ്റെയും പരമ്പരാഗത വോട്ട് ബാങ്കുകളിലുണ്ടായ വിള്ളലും അതിലുണ്ടാകുന്ന ഒരു ഒലിച്ചുപോക്കുമാണ്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്തും അരുവിക്കര തെരഞ്ഞെടുപ്പിന് സമയത്തും നമ്മൾ ചർച്ച ചെയ്തു. ഇത് മോഡി ഫാക്ടർ ഒരു വലിയ ഘടകമാണ്. ഈ മോഡി ഫാക്ടർ കൊണ്ടും ഞാൻ കഴിഞ്ഞ മുൻപുള്ള ചർച്ചകളിലൊക്കെ ഞാൻ ഊന്നി പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മോഡി ഫാക്ടർ. മോഡി ഈ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊരു തോന്നൽ നമ്മൾ കണ്ടല്ലോ. അപ്പം ഇസ്രായേലിൽ പോകുന്നതിന് മുന്നോടിയായി അദ്ദേഹം UAE പോയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ നയതന്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വശത്തുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒപ്പം UDF സർക്കാർ എന്ന് പറയുന്നത്
ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സർക്കാരാണെന്നൊരു തോന്നൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ മനസ്സിലുണ്ട്. അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മോഡറേറ്റ് ആയിട്ടുള്ള ഹിന്ദുക്കൾ പോലും, അതായത് ഈ രാജ്യത്തെ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുത്തിരുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ഹിന്ദുക്കൾ പോലും ഇപ്പോൾ കുറച്ചുകൂടി വർഗീയമായി ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായി. അതിൻ്റെ കാരണം അവർ മതേതരത്വമായി ഇരിക്കുമ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്ന സംവിധാനം വെച്ചുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഭരണം അല്ലെങ്കിൽ അധികാരങ്ങളെ അല്ലെങ്കിൽ അവകാശങ്ങൾ പിടിച്ചൊരു ഈ ഫീലിംഗ് BJP അനുകൂലമായ ഒരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ടോ പ്രതിപക്ഷത്തിൻ്റെ കഴിവുകേടുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല. നേരെ മറിച്ച് ദേശീയ തലത്തിലുണ്ടായിട്ടുള്ളതും കേരളത്തിൽ പർട്ടിക്കുലർലി ഉണ്ടായിട്ടുള്ളതുമായ ഒരു ജാതീയമായ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന വികാരം, ഈ വികാരം വർക്ക് ചെയ്താൽ എങ്ങനെയാണ് അരുവിക്കരയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞത്? അത് ഈ പറഞ്ഞ ഞാൻ മുമ്പ് പറഞ്ഞ ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു ധ്രുവീകരണം BJPക്ക് അനുകൂലമായി ഉണ്ടാവുമ്പോൾ ആ ധ്രുവീകരണം നടക്കുന്നത് മുമ്പ് പറഞ്ഞ ഹിന്ദു വോട്ടുകളാണ്. നമ്മൾ ഹിന്ദു വോട്ടെന്നൊക്കെ പറഞ്ഞൊരു ഒരു ഭംഗികേടുണ്ടെങ്കിൽ പോലും ഹിന്ദു വോട്ടുകളാണ്. അപ്പം ഈ ഹിന്ദു വോട്ടുകൾ ഉദാഹരണത്തിന് ഈഴവ വോട്ടുകൾ, ഒരു ഉദാഹരണം പറയുന്നത് കേരളത്തിലെ ഈഴവ വോട്ടുകളിൽ ഭൂരിപക്ഷവും പൊയ്ക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിനായിരുന്നു. ആ ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ടുകൾ UDFന് പോവാതെ BJPക്ക് പോകുമ്പോൾ അതേസമയം UDFന് കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളും മോഡറേറ്റുള്ള ഹിന്ദു വോട്ടുകളും തുടരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുന്ന ഒരു രാഷ്ട്രീയ വ്യതിയാനമാണ് നമ്മൾ ഈ പറഞ്ഞ. ഇഷ്യൂ അല്ലേ? പ്രത്യേകിച്ച് O രാജഗോപാൽ എന്ന് പറഞ്ഞൊരു നേതാവ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അതൊക്കെയാണ് ആദ്യം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. BJPയുടെ സാന്നിധ്യം എന്ന് വന്നത് പിന്നീടൊരു ഘട്ടത്തിലാണ്. എങ്കിൽ പോലും നമുക്കറിയാം BJPയുടെ സമുന്നതനായ CK പത്മനാഭൻ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് തോറ്റുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മോദി ഒരു വികാരം എന്നതിനപ്പുറത്തേക്ക് ചില വ്യക്തികളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഭവം കൂടി അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. അത് ഡിബേറ്റബിൾ. നമുക്കിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകണ്ട, പ്രത്യേകിച്ച് ഈ വേറൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മോടൊപ്പം അതിഥിയായി ശ്രീ B ഗോപാലകൃഷ്ണൻ, BJPയുടെ ഒരു സമുന്നത നേതാവാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, UDF സർക്കാരിൻ്റെ പദ്ധതികളെല്ലാം ഇപ്പോൾ പറയുന്ന ഒരുപാട് പദ്ധതികൾ, വിഴിഞ്ഞം പദ്ധതി അവസാനത്തേത് ഒരുപക്ഷെ BJPയെയും ഒരുപാട് ആഹ്ലാദിപ്പിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് നമുക്കും പൊതുമാധ്യമങ്ങൾക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചത്. കൊച്ചി മെട്രോ പറയുന്നു, സ്മാർട്ട് സിറ്റി പറയുന്നു, LNG ടെർമിനലിനെ കുറിച്ച് പറയുന്നു, കണ്ണൂർ എയർപോർട്ട് വരെ തങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നേട്ടമായിട്ട് UDF ഉയർത്തിക്കാട്ടുന്നു. എന്ത് തോന്നുന്നു? അതെല്ലാം അതേസമയം ഈ അവകാശപ്പെടുന്ന പദ്ധതികൾ പലതും പാതി വഴിയിലാണ്. പ്രദീപേ, BJPക്ക് മാത്രം ആഹ്ലാദിക്കാനുള്ള പദ്ധതിയല്ല വിഴിഞ്ഞം. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ആഹ്ലാദിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം കൊണ്ടുവന്നത് UDF ആണ് എന്ന അവകാശവാദം UDF ഉന്നയിച്ചാലും ആ പദ്ധതി ഇന്ന് നടപ്പാവാൻ, അതിന്റെ പാതി വഴിയെങ്കിലും നടപ്പാവാൻ കഴിഞ്ഞത് BJP കേന്ദ്രത്തിൽ ഭരണത്തിലുള്ളത് കൊണ്ടാണ് എന്ന് സാക്ഷര കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഇപ്പോൾ ഞാൻ ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, BJPയുടെ കേരളത്തിലെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു ഘടകം വരുന്നത് UDFന് ഭരണ തുടർച്ചയായി മാറുന്നു എന്നുള്ള ഒരു വലിയ ദൗർഭാഗ്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അതിനെ എങ്ങനെ കാണുന്നു നിങ്ങൾ? തുടർച്ച എന്ന കൺസെപ്റ്റ് ശരിയല്ല. കാരണം ഇന്നലെ വരെ ഉണ്ടായ രാഷ്ട്രീയമല്ല ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം അരുവിക്കരയിൽ നമ്മൾ കണ്ടിരുന്നു നേരത്തെ, ഇതിനു മുമ്പ് വന്ന ബൈ ഇലക്ഷനിൽ പലപ്പോഴും. പക്ഷേ ഇന്നലെ വരെയുള്ള രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായ രാഷ്ട്രീയ മാനമാണ് അരുവിക്കരയിൽ കണ്ടത്, കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഭരണ തുടർച്ച എന്നുള്ളതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ്. എന്താവും കേരള രാഷ്ട്രീയം എന്നുള്ളത് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ്. അതിന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ BJP മുന്നേറും. BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഭരണ തുടർച്ച എന്നതിനപ്പുറം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു ദേശീയ ശക്തിയുടെ ഉദയമായിട്ടായിരിക്കും വരാൻ പോകുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ പല കാര്യങ്ങളും ഇപ്പോൾ ഭരണം നല്ല രീതിയിൽ നടത്തുന്നു മാത്രമല്ല ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു സന്ദേശം കൂടെ ശ്രീ ഉമ്മൻചാണ്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ശ്രീ മോദി കാണിക്കുന്ന ഒരു മാതൃക ഇവിടെ പിന്തുടരുന്നതായിട്ടും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നല്ല പബ്ലിക് റിലേഷൻസ് നടക്കുന്നു, ആ പബ്ലിക് റിലേഷൻസ് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ CPIM ഉന്നയിക്കുന്ന വിഷയങ്ങൾ, സമരങ്ങളൊന്നും ജനങ്ങൾ ഇപ്പോൾ വലിയ കാര്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വാദഗതിയും ഒരു വശത്ത്. അതുകൊണ്ട് ഭരണ തുടർച്ച എന്ന് പറയുന്നത് ഒരു ചാനലിന്റെ വ്യാമോഹമാവാം, പക്ഷെ യാഥാർത്ഥ്യം ഭരണ തുടർച്ചയല്ല, ഇടതുപക്ഷ വലതുപക്ഷ തകർച്ചയാണ്. ആയിക്കോട്ടെ, താങ്കളിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം. വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ UDF സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പദ്ധതികൾ
എല്ലാം പാതി വഴിയിലായി എന്നുള്ള ആരോപണം ഒരു വശത്ത്, അഴിമതി ആരോപണങ്ങൾ മറ്റൊരു വശത്ത്, ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള അവകാശവാദവും അതോടൊപ്പം തന്നെ അത് പ്രചരിപ്പിക്കാനായുള്ള സംവിധാനങ്ങളും വളരെയധികം ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു. മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻസ് ഏജൻസികളെയും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും ജനസമ്പർക്കം പോലുള്ള ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കണ്ണിൽ പൊടിയാനുള്ള ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി പോലും നേരിട്ട് ചെയ്ത് മുഖ്യമന്ത്രി ആ ഒരു രീതിയിൽ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന നമ്മളെല്ലാ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഇപ്പോൾ സ്വപ്നം പോലെ ആയെങ്കിൽ പോലും എല്ലാ വർഷവും ബജറ്റ് നടത്തുന്നതാണ് സർക്കാർ. ആ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ ഏതെങ്കിലും നടപ്പാക്കിയതായിട്ട് ഇവിടെ പറഞ്ഞ് കേൾക്കുന്നു പോലുമില്ല. എന്ത് പറയുന്നു ശ്രീ ഷാജൻ സ്കറിയ? ഇല്ല, കഴിഞ്ഞ ഈ 4 വർഷത്തെയും UDF സർക്കാരിൻ്റെ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മാത്രം ഒന്ന് എടുത്തു നോക്കുക. നമുക്ക് എല്ലാ ബജറ്റുകളിലും കയം മാണി ഒരുപാട് സ്വപ്ന പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. ആദ്യത്തെ ബജറ്റിൻ്റെ അകത്ത് കോട്ടയത്ത് നിന്ന് മറ്റേ റോപ്പ് വേ കൂടെ പാലായിക്ക് പോകാമെന്ന് എൻ്റെ പിള്ളേരെ കൊണ്ട് യാത്ര ചെയ്യാൻ സ്വപ്നം കൊണ്ട് മനുഷ്യനാണ് ഞാൻ. പിന്നെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. ഇതുപോലെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രദീപ് പറഞ്ഞ മാതിരി പാതി വഴിയിലാകാത്ത 90% പദ്ധതികളും പാതി വഴിയിൽ പോലും ആകാത്തതാണ്. ഇവൻ മാത്രം ഒതുങ്ങിക്കിടക്കുന്ന എമർജിംഗ് കേരള അങ്ങനെയുള്ള എന്തെല്ലാം പദ്ധതികൾ, ഇതിനുണ്ടാകുന്ന ഹൈപ്പും ഇതിൻ്റെ സപ്ലിമെൻറ്റുകളും മോദിക്ക് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന അതേ തരത്തിലുള്ള പ്രാധാന്യം UDF സർക്കാരിന് ഇവിടുത്തെ കേരളത്തിലെ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ CPM-നെ പിന്തുണയ്ക്കാൻ LDF-നെ പിന്തുണയ്ക്കാൻ കേരളൗമുദി മാധ്യമമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലും ജാതീയമായ ഒരു വിവേചനം വന്നുകൂടി ആരുമില്ലാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം പ്രഖ്യാപനങ്ങൾ നടക്കുക എന്നുള്ളതല്ലാതെ പ്രായോഗികമെന്നാണ്. അതേസമയം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്ത്രപൂർവ്വം അതിനെ ഡീൽ ചെയ്യാനറിയാം. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നാഷണൽ ഗെയിംസിൻ്റെ വിവാദം. ഇന്ന് നാഷണൽ ഗെയിംസിലെ അഴിമതി ആദ്യം മുൻപോട്ട് വന്ന മാധ്യമപ്രവർത്തകർ ഒരാളാണ് ഞാൻ. ഇന്ന് സാധാരണക്കാരായ ആളുകളും പ്രത്യേകിച്ച് UDF പ്രവർത്തകരും നമ്മൾ മനഃപൂർവ്വം UDF സർക്കാരിന് ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കാൻ വേണ്ടി കാണിച്ച ഒരു അലിഗേഷനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ വലിയ അഴിമതി നടന്നിരുന്നു. എന്നിട്ട് ഉമ്മൻചാണ്ടിക്ക് അവിടെയാണ് പ്രശ്നം. ഇദ്ദേഹത്തെ അവിടെയാണ് അതൊന്ന് പറഞ്ഞു തീർത്തിട്ടെ. അതായത് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്ന അന്വേഷണം നടത്തിയല്ലോ. കോടി രൂപയാണ് നാഷണൽ ഗെയിംസ് ലാഭം. ഞാൻ വരാം. അന്വേഷണം നടന്നു, ഒരു തെളിവുമില്ലാന്ന് കണ്ട് തെളിവില്ലാത്തതാണ് വിജയം. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അതായത് വളരെ തന്ത്രപൂർവ്വം ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി. നാഷണൽ ഗെയിംസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നാഷണൽ ഗെയിംസ് ആണെന്ന് രാഷ്ട്രപതി പോലും പറഞ്ഞു. തെളിവില്ലാത്തതല്ല. നാഷണൽ ഗെയിംസിനെ കുറിച്ച് ഞാൻ പറയാം. നാഷണൽ ഗെയിംസിനെ കുറിച്ച് സംഭവിച്ചതും അന്വേഷണം നടന്നതും 2 തരത്തിലാണ്. കേന്ദ്ര സർക്കാരിന് ഒരു ഫണ്ട് ഉണ്ടായിരുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക, കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിനെ കുറിച്ച് മാത്രമാണ് അന്വേഷണം നടന്നത്. ഞാൻ ഈ കേസ് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അഴിമതി നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്, ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിന് അത് ക്രമക്കേടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര ഫണ്ട് അതേസമയം അതിന്റെ മുഴുവൻ കരാറുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന് നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഫണ്ടിനെ കുറിച്ച് മാത്രമാണ് സംസ്ഥാന അല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നതും അഴിമതി നടന്നിട്ടില്ല. വികസനത്തിന്റെ മറവിലാണ് അഴിമതികൾ നടക്കുന്നു എന്നുള്ള അംഗീകരിക്കപ്പെട്ടു. എന്റെ പൊന്നു സ്നേഹിത, ഞാൻ ഒളിമ്പിക്സ് അടക്കമുള്ള റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ്. എനിക്ക് കൃത്യമായിട്ടറിയാം ഈ രാജ്യം കണ്ട ഏറ്റവും അഴിമതി നിറഞ്ഞ ദേശീയ ഗെയിംസ് ആയിരുന്നു. എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട്? സർക്കാർ പറഞ്ഞത് എന്താണ്? ഓഡിറ്റ് റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇവിടുത്തെ ദേശീയ ഗെയിംസിന് വേണ്ടി പണിത പല സ്റ്റേഡിയങ്ങളും ഇപ്പോൾ ഭീകരമായ അവസ്ഥയിലാണ്. സ്നേഹിത, കേന്ദ്ര ഫണ്ടാണ് CBI അന്വേഷിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 90% ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആയിരുന്നു. ഈ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത് എന്താ അറിയാമോ? ഞങ്ങളോട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്ന പറഞ്ഞു. ആ ഇന്റേണൽ ഓഡിറ്റിംഗ് 45 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞു. എവിടെ? അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഒരു നിമിഷം നമ്മൾ ശ്രീ MP രാജേഷ് MP നമ്മളൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, ഇവിടെ ഈ ചർച്ച ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ പ്രധാനമായും ശ്രീ മാധ്യമപ്രവർത്തകനായ ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞ ഒരു കാര്യം, ഈ ബജറ്റ് സർക്കാർ എല്ലാ വർഷവും കൊണ്ടുവരുന്ന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയതായിട്ട് അറിവില്ലെന്നുള്ളതാണ്. ശ്രീ MP രാജേഷ്. ഞാനും ഇവിടെ പറഞ്ഞത് ഗവൺമെന്റ് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ബജറ്റ് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ തവണ നമുക്കൊരു കണക്ക് തരുന്നു. അത് കഴിഞ്ഞ തവണ മുമ്പുള്ള ബജറ്റിൽ അവതരിപ്പിച്ച എല്ലാ പ്രഖ്യാപനങ്ങളും ഉപേക്ഷിക്കപ്പെടുകയും പുതിയ കുറെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് ഒരു താരതമ്യം തന്നെ ചില മാധ്യമങ്ങൾ അന്ന് വന്നിരുന്നതാണ്. അപ്പൊ ബജറ്റിന് തന്നെ ഒരു സാധുതയും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ബജറ്റ് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ നടപ്പാക്കാനുള്ളതല്ല. മമതാ ബാനർജിയുടെ റെയിൽ ബജറ്റ് പോലെയാണ്. അതിലാണ് പിന്നെ സമാനമായിട്ടുള്ള സ്ഥിതിയുള്ളത്.
അതുപോലെയായിരുന്നു മാണിയുടെ ബജറ്റുകൾ ഓരോന്നും. ഒരു ബജറ്റിലൊക്കെ പ്രഖ്യാപിക്കും, അതെവിടെയും എത്തില്ല. അടുത്ത ബജറ്റിൽ അതിനെക്കുറിച്ച് പരാമർശം പോലും ഉണ്ടാവില്ല, അതിന്റെ പുരോഗതിയെക്കുറിച്ച് പരാമർശം ഉണ്ടാവില്ല, വേറെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന സ്ഥിതി ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ച നിക്ഷേപക സംഗമം എമർജിംഗ് കേരളയുടെ കാര്യത്തിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ എമർജിംഗ് കേരളയുടെ പ്രഖ്യാപനം എത്രയായിരുന്നു? 60,000 കോടിയുടെ നിക്ഷേപം എന്നാണ് എന്റെ ഓർമ്മ. 60,000 കോടി രൂപയുടെ നിക്ഷേപം. എവിടെയാണ് കേരളത്തിൽ 60,000 കോടിയുടെ നിക്ഷേപം വന്ന്? ഞാൻ കൃത്യമായി ചോദിച്ചല്ലോ. അന്ന് UDF-നെ പിന്തുണയ്ക്കുന്ന ചില പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകളെല്ലാം ഇപ്പോൾ BMW കേരളത്തിലേക്ക് വരുന്നു, ജർമ്മൻ കാർ നിർമ്മാതാക്കളായിട്ടുള്ള BMW വരുന്നു, മെഴ്സിഡസ് ബെൻസിന്റെ പ്ലാന്റ് വരാൻ പോകുന്നു എന്നെല്ലാമുള്ള ഇങ്ങനെ മോഹിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് എവിടെയായി? അതാണ് ചോദിച്ചത്, ഏത് പദ്ധതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്? ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന് പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികളിൽ അല്ലെങ്കിൽ മോഹ പദ്ധതികൾ എന്ന് പറഞ്ഞതിൽ ഏതാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളത്? പിന്നെ മറ്റൊരു കാര്യം ശരിയാണ്, ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞതുപോലെ മോഡിക്ക് കിട്ടിയിട്ടുള്ള ഹൈപ്പ് ഉമ്മൻചാണ്ടിക്കും ആദ്യഘട്ടത്തിൽ കിട്ടിയിരുന്നു. വികസന നായകൻ എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ മോഡിയുടെയും ഉമ്മൻചാണ്ടിയുടെയും രീതികൾ തമ്മിലൊരു സമാനതയുണ്ട്. രണ്ടും നല്ല PR വർക്കിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുള്ളതാണ്. ഇപ്പോ മോഡി കുറെ മുദ്രാവാക്യങ്ങൾ, മേക്ക് ഇൻ ഇന്ത്യ മുതൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വരെ, സ്വച്ഛ ഭാരത്, ഇങ്ങനെയുള്ള മുദ്രാവാക്യ സർക്കാരാണ് കേന്ദ്രത്തിലേതെങ്കിൽ സമാനമായിട്ടുള്ള രീതി തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റും പിന്തുടരുന്നത്. കുറെ മുദ്രാവാക്യങ്ങൾ, വികസനവും കരുതലും തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഈ ഗവൺമെന്റും. ശ്രീ രാജേഷ്, ഞാൻ ഒന്ന് ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ, താങ്കൾക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ സാമാന്യ ജനത ഏറ്റെടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രചാരണം കൂടെ വരുന്നു. അതായത് പണ്ടത്തെ പോലെ LDF അല്ലെങ്കിൽ CPIM ഒരു വിഷയം അഴിമതിയാണെങ്കിലും വികസനത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള പബ്ലിക് റിലേഷൻസ് വളർന്നു വരുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, പബ്ലിക് റിലേഷൻസിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി മോശമല്ല, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതിൽ മോഡിയുടെ അനിയനായിട്ട് തന്നെ ഉമ്മൻചാണ്ടി മറ്റു പല കാര്യങ്ങളിലും എന്നതുപോലെ ഈ പബ്ലിക് റിലേഷൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും എന്നത് UDF-ന്റെ വ്യാമോഹം മാത്രമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ പബ്ലിക് റിലേഷൻസ് ഒക്കെ രാഷ്ട്രീയത്തിൽ താൽക്കാലികമായിട്ടേ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ആത്യന്തികമായിട്ട് ജനങ്ങൾ പ്രകടനത്തെ തന്നെയാണ് വിലയിരുത്തുക. അങ്ങനെ വിലയിരുത്തുന്ന ഘട്ടം അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് വരിക. അതിനു മുമ്പൊക്കെയുള്ള ചില താൽക്കാലിക സന്ദർഭങ്ങളിലെല്ലാം പബ്ലിക് റിലേഷൻസ് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കിയാൽ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ സർക്കാരിന്റെ ബാലൻസ് ഷീറ്റിൽ അനേകം പൂജ്യങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടാവുക എന്നുള്ളതാണ് സ്ഥിതി. അപ്പൊ അത് പബ്ലിക് റിലേഷൻസ് കൊണ്ട് അതിജീവിക്കാം എന്ന വ്യാമോഹം ഈ തെരഞ്ഞെടുപ്പിൽ തകർന്ന. ശ്രീ രാജേഷ്, ഫക്രുദ്ദീൻ അലിക്ക് എന്തോ ഒരു കാര്യം കൂടെ ഇതിന്റെ തുടർച്ചയായി പറയാനുണ്ടെന്ന് പറയുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി. രണ്ട് കാര്യം, രാജേഷിനകത്ത് ഞാൻ ബാലിശമായിട്ട് കാര്യങ്ങൾ കണ്ടു എന്ന് പറയണ്ടായി. ഈ ആരോപണം ആദ്യമായിട്ട് ഉന്നയിച്ച് ഞാനൊന്നല്ല. ഇടതുപക്ഷത്ത് കേരളത്തിലെ CPM-നെ പ്രധാനപ്പെട്ട ഒരു CPM വിരുദ്ധം എന്ന് പറയുന്ന ആള് യെച്ചൂരിയാണെന്ന് തോന്നുന്നു. ഈ പഞ്ചായത്ത് അരുവിക്കര ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് VS-നും പിണറായിക്കും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാമായിരുന്നു എന്ന രീതിയിൽ ഒരു വിലയിരുത്തൽ CPM-ന്റെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായത് പത്രങ്ങളൊക്കെയാണ്. ഞാൻ ഈ കമ്മിറ്റി അപ്പോൾ ആ വിലയിരുത്തൽ ആദ്യം അവിടെ നിന്നാണ് വന്നത്. അന്ന് വന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒരു CPM വിരുദ്ധം പറഞ്ഞു, ഇയാളൊക്കെ എവിടെ പോയിരിക്കുക, ഇതുകൊണ്ടൊക്കെ പാർട്ടി നന്നാവും, ഈ പാർട്ടി ഇവിടെ നശിക്കാൻ പോകും. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല. ജനങ്ങളുടെ ഒരു സാധാ പ്രവർത്തകന്റെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യുന്ന വലിയൊരു പങ്ക് ഈ പ്രമുഖരായ രണ്ട് നേതാക്കന്മാർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫീല് വന്നാൽ ഉണ്ടാവും. അരുവിക്കര അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു. ഞാൻ അരുവിക്കര ഇലക്ഷൻ തൊട്ടുമുമ്പ് ഒരു പോളിംഗ് തൊട്ടുമുമ്പ് ചർച്ചയിൽ പ്രമുഖരായ CPM നേതാവിൻ്റെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഈ അഭിപ്രായം പറയണ്ടേ. അദ്ദേഹത്തിന് ഏതാണ്ട് എൻ്റെ അതേ അഭിപ്രായമായിരുന്നു. അത് മാത്രമല്ല, ബാലിശമായി രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുണ്ടല്ലോ. പലപ്പോഴും നല്ല വിവരമുള്ള ആളുകൾക്ക് പേടിയോ അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെ ഉണ്ടായി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതല്ല, കുട്ടികൾ ബാലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങ് വിളിച്ചു പറയും. അവിടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും. ഞാനിവിടെ പറഞ്ഞു, ഇവിടെ രാജേഷ് ആയതുകൊണ്ടാണ് ഞാനിത് സീരിയസ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ വേറൊരാളാണ് പിന്നെ ഞാൻ ഇത് മറുപടിയും പറയില്ല. CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ സൊസൈറ്റി മാറിയിരിക്കുന്നു. പണ്ട് പാർട്ടി പറയുന്ന അങ്ങനെ തന്നെ കേട്ടിരുന്ന ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു, അത് മാറി. ആ കുടുംബങ്ങളിൽ നിന്നെല്ലാം വന്നിട്ടുള്ള സ്വാശ്രയ കോളേജിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള വടക്കൻ സെൽഫി പോലെയുള്ള പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. അവരെ എളുപ്പത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല, ഈ പാർട്ടിയുടെ ചില നേതാക്കന്മാർക്കെതിരെ വന്നിട്ട് ആരോപണങ്ങൾ അവരുടെ മനസ്സിൽ ഇത് രണ്ടും ഒരുപോലെയാണെന്ന് തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം UDF ഇപ്പം അരുവിക്കര ഇലക്ഷൻ സമയത്ത് തന്നെ ഒരേ സമയം അവർ ഒരു പരാമർശം ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന സമയത്ത് അപ്പോൾ കരീംഖാന്റെ പേരിൽ ഒരു പരാമർശം വന്നു. അതിനെതിരെ അതിനും സൈബർ വേൾഡ് ഏറ്റവും വലിയ യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു
വരുന്നത് നമ്മുടെ സൊസൈറ്റി അടിമുടി മദ്യവൽക്കരിക്കപ്പെടുകയും സൊസൈറ്റി മാറുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഇടപെടണം. ഈ സെക്ടേറിയനിസത്തെ ഒന്ന് മാറ്റി നിർത്തണം. ഇത് വെറുതെ പറഞ്ഞാൽ പോലെ പ്രാക്ടിക്കൽ ആക്കണം. അത് ഈ പാർട്ടി ഇവിടെ നിലനിന്നാൽ മാത്രമേ കേരളത്തിൽ ജനാധിപത്യ സാമൂഹ്യ സുരക്ഷിതത്വം ഉണ്ടാവുള്ളൂ, ജനാധിപത്യം നിലനിൽക്കുള്ളൂ, സെക്യുലറിസം നിലനിൽക്കുന്നുള്ള ബോധ്യത്തിന് പുറത്ത് പറയുന്നതാണ്. ശ്രീ ഫക്രുദ്ദീൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതെല്ലാം ഉൾക്കൊണ്ട് തന്നെ പറയുന്നു. ഈ ഇവിടെ നടന്നിട്ടുള്ള ഈ പറയുന്ന വികസനത്തിന്റെ പേരിലുള്ള പൊതുസ്വത്ത് കൈയാളുന്നതും അതല്ലെങ്കിൽ അഴിമതികളും ഇതെല്ലാം കൊണ്ടുവന്ന് CPIM ഒന്നും അല്ല, മാധ്യമങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് സോഴ്സുകളിലൂടെ ഇത് എത്തുന്നതാണ്. അതിപ്പോ CPM പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ CPM പറഞ്ഞത് ചേച്ചുന്നില്ല എന്ന് പറഞ്ഞതിന് വേറൊരു വശമില്ല. അതിന് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ആണ് നമുക്ക് മലയാളികൾ പൊതുവെ ശീലമായിട്ടുള്ളത്. ആ ബൈപോളാർ പൊളിറ്റിക്സ് എല്ലാ കാലഘട്ടത്തിലും 80കൾ തൊട്ട് നമ്മൾ കണ്ടത് എല്ലാ നന്മയുടെയും പ്രതി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ നന്മയുടെയും പ്രതീകമായി വലതുപക്ഷക്കാർ പോലും അംഗീകരിച്ചിരുന്ന, പക്ഷേ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഒരു വിശാലമായ ഇടതുപക്ഷ ചിന്താഗതി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇത്തരം അഴിമതിക്കും അനാചാരങ്ങൾക്കും എതിരെയൊക്കെ പൊരുതിയിരുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ അത് ജാതീയതയുടെയും വർഗീയതയുടെയും പേരിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞ മാധ്യമത്തിന്റെയും കേരളവും കാര്യം ഉൾപ്പെടെ ഞാൻ പറഞ്ഞിട്ട് ഈ മാധ്യമം ഉൾപ്പെടെയുള്ള പത്രങ്ങൾ പല സമയങ്ങളിൽ അവരുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടനുസരിച്ചിട്ടുള്ള നിലപാടാണ് അവരെടുത്തിരുന്നത്. പല സമയങ്ങളിൽ അവർ വലതുപക്ഷത്ത് അനുകൂലമായിട്ട് ഈ പറയുന്ന കേരള കൗമുദി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല 57 ഈ പാർട്ടി രൂപം കൊണ്ടുവന്ന സമയത്ത് അന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രം മനോരമയായിരുന്നല്ലോ. ദേശാഭിമാനിയോ ജനയുഗോ ഒന്നും ഇങ്ങനെ വളർന്നില്ലായിരുന്നു. അന്ന് മുഹമ്മദ് മാപ്പിള എന്താ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്ന അയാൾ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അതല്ല, കമ്മ്യൂണിസ്റ്റാണ് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത് വലതുപക്ഷക്കാരന് പോലും എൻ്റെ ഉമ്മ ഭയങ്കര കോൺഗ്രസ് കരുതിയാണ്, പക്ഷെ ഉമ്മ കമ്മ്യൂണിസ്റ്റാണ് നല്ല ആളുകളാണെന്ന് പറയുന്നത് അടുത്ത കാലം വരെ. ഇപ്പൊ അത് മാറ്റം വന്നുണ്ട്. ഉമ്മ ഒരിക്കലും കോൺഗ്രസ് എന്താണെന്ന് ചോദിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റം വരേണ്ട ഒരു ഭൗതിക സാഹചര്യം നിലവിലില്ല. അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം. നമുക്ക് അതായത് അത് സെക്ടറിയൻ ഇഷ്യൂവിന് അപ്പുറത്ത് ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ വേറെ ഭാഗമാണെന്നാണ് കൃത്യമായി പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാനിപ്പോൾ അതിനെ ന്യായീകരിക്കാനോ ആ ചർച്ചയിലേക്ക് വരുത്താനോ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഫക്രുദ്ദീൻ ഒറ്റ കാര്യം കൂടി. മോഡി അങ്ങനെ വലിയ ഹൈപ്പ് ഒന്നും ഇവിടെ ഉണ്ടാക്കില്ല. നിങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയാൽ മനസ്സിലാവും. മോഡിയുടെ ഉടായ്പകൾ ഏറ്റവും കൂടുതൽ തോന്നു കാണിച്ച മലയാളികളാണ്. കാരണം ഈ പറയുന്ന നമ്മളിപ്പോൾ എമർജിംഗ് കേരളത്തിന്റെ പേര് കോൺഗ്രസ്സുകാരെ കുറ്റം പറയുന്നു. മോഡിയാണ് ജിമ്മ് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും മോഡി പറയാ, ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പ് അതിന്റെ കണക്ക് വന്നിരുന്നു. മോഡി ഓരോ തവണയും ഡിക്ലെയർ കോടിക്കണക്കിന് രൂപയുടെ ലക്ഷക്കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നാ. സത്യത്തിൽ ഓരോ ജിമ്മ് കഴിയുമ്പോൾ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 1000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുള്ളൂ. ആ രീതിയിൽ പിന്നെ മാത്രമല്ല ഇത്രയും വലിയ മോഡി ഹൈപ്പ് ഉണ്ടായ സമയത്താണ് ഇടതുപക്ഷവും UDF ഒരുപോലെ സഹായിച്ചിട്ടും രാജേട്ടൻ ഇവിടെ ജയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മോഡിയുടെ ഒരു ഹൈപ്പ് ഒന്നും ഇവിടെ ഇല്ല. ഇപ്പൊ പൊതുവെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിഷേധാത്മകതയാണ്, അവരോടുള്ള നിരാശയാണ്, എസ്പെഷ്യലി ഇടതുപക്ഷത്തോടൊക്കെയുള്ള ഒരു നിരാശയാണ് BJPക്ക് അനുകൂലമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അത് ഉടൻ തന്നെ മാറുമെന്നും പ്രതീക്ഷിക്കാം. നമുക്ക് ഷഫീറിന് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദിയോട് വരെ ഉപമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് പബ്ലിക് റിലേഷന്റെ കാര്യത്തിലും ഹൈപ്പ്, അതായത് ഒരു പല പദ്ധതികളും ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ വൻ വിജയം എന്നുള്ള രീതിയിലും ഇന്നത്തെ ചർച്ച ഉയർന്നു വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് പ്രതിരോധിക്കാനായി, അല്ലെങ്കിൽ ഇങ്ങനെയല്ല, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വളരെയധികം ജനഹിതമായിട്ടുള്ള ഒരുപാട് പദ്ധതികളും ജനസമ്പർക്കം പോലുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചും അതായത് ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ BRM ഷഫീർ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ഷഫീറിന് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ ഉമ്മൻചാണ്ടിയെയോ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് അനുകൂലമായി നിന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു പൊരിഞ്ഞ പോരാട്ടം, മാധ്യമങ്ങളുടെ സപ്പോർട്ടില്ലാതെ തന്നെ. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും മാധ്യമ രാജാക്കന്മാരെയോ ആരുടെയെങ്കിലും കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടി അല്ല ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തത്. വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാം. കേരളത്തിലെ ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം എപ്പോഴെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ, അത് ഇറാഖിലെ ഇഷ്യൂ, ലിബിയയിലെ ഇഷ്യൂ, നിദാക്കത്തിന്റെ ഇഷ്യൂ, അതുപോലെ തന്നെ ഈ സ്വന്തം പാർട്ടിയിലെ ആള് കൊല്ലപ്പെട്ടിട്ട് ഇപ്പൊ ഇന്നലെയാണ് പോയത് മുഖ്യമന്ത്രിയുടെ. അത് സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട ആൾ സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞാണ് മുഖ്യമന്ത്രി പോകുന്നത്. കേരളത്തിലെ ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ പിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. രണ്ട് ഞങ്ങൾ വളരെ വളരെ വേഗം ഞാൻ പറയാം. ഞങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം അപേക്ഷിക്കുന്നതിൻ്റെ അന്ന് തന്നെ റേഷൻ കാർഡ് സാധാരണക്കാർ എങ്ങനെ കയ്യിലെടുത്തു എന്നുള്ളതാണ്. 18 ലക്ഷം റേഷൻ കാർഡ് കൊടുത്തു. 60 ലക്ഷം ആളുകളെ ഞങ്ങൾ AP-യിൽ നിന്നും BP ഏറ്റവും അവസാനം അറിയാലോ, നീലകണ്ഠ ശർമ്മയുടെ ഹൃദയം ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി 1.25 മണിക്ക് ഒരു മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഒപ്പിടുന്നത് ഇതൊക്കെ ജനങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഓപ്പറേഷൻ കുബേര ഉൾപ്പെടെ 20 ലക്ഷം
വൈകിട്ട് 5 മണിക്ക് എത്തിയ ഫയല് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ. കേരളത്തിലെ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടി. അത് ഓപ്പറേഷൻ കുബേര ആയിരുന്നാലും, അത് മദ്യ വിഷയത്തിലായിരുന്നാലും, അത് റേഷൻ കാർഡിൻ്റെ വിഷയത്തിലായിരുന്നാലും, കാരുണ്യയുടെ വിഷയത്തിലായിരുന്നാലും, പെൻഷൻ 300 രൂപ ഉണ്ടായിരുന്ന എല്ലാ പെൻഷനുകളിൽ നിന്ന് 1200-നും 600-നും 1200 ഇടയ്ക്കാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും അവസാനം 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ കൺസെഷൻ കൊടുത്തത് ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ അഡ്രസ് ചെയ്യുന്ന സകല വിഷയങ്ങൾക്കും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ തുടർച്ച എന്നുള്ള ആ മുദ്രാവാക്യം ഒരുപക്ഷെ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ അതിനൊരു സർവേ റിപ്പോർട്ട് നൽകുമ്പോൾ നമുക്ക് സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, പ്രത്യേകിച്ച് BJP-യുമായുള്ള ഏഷ്യാനെറ്റിന്റെ ബന്ധവും. എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന 2 കാര്യങ്ങൾ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഒന്ന്, പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സങ്കല്പം കൂടി ഈ ഉമ്മൻചാണ്ടി വളർത്തുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇടയിലുള്ള ജനകീയ വിരുദ്ധമായ എന്തെങ്കിലും പ്രക്രിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ജനവികാരമായി വളർന്നു വരാൻ സാധ്യതയുള്ളിടത്ത് VM സുധീരനെ പോലുള്ള ചില ആളുകളെ ഇറക്കി ആ വികാരം കൂടി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പരിഹരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്ന ഉമ്മൻചാണ്ടി വിജയിക്കുന്നുണ്ട്. 1. 2, ഭരണ തുടർച്ച എന്ന് പറയുന്ന ചർച്ചയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഭരണ തുടർച്ച എന്ന തരത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്, എന്നെ പേഴ്സണലി ഞാൻ ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഈ പറയുന്ന തുറന്നു പറയാം, അതിലെനിക്ക് പേഴ്സണലി ഞാൻ വ്യക്തിപരമായി ഇടതുപക്ഷം, കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഈ പറഞ്ഞ ഈ 4 കൊല്ലത്തെ സർക്കാരിൻ്റെ ഭരണത്തെ വിലയിരുത്തിക്കുന്നു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് സാധ്യത കുറവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ കാരണം 2ആണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയം തന്നെ, അതായത് അമിത്ഷായ്ക്ക് കേരളത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. BJP-യുടെ അടുത്ത സോഴ്സുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് കോൺഗ്രസിനെ അടുത്ത 2 തവണ കൂടി, ഉമ്മൻചാണ്ടി അടുത്ത 2 തവണ കൂടി അധികാരത്തിലെത്തിക്കുക എന്നൊരു അജണ്ടയാണ് BJP-ക്കുള്ളത്. അത്രയ്ക്ക് ശക്തനാണോ അമിത്ഷാ? കേരളത്തിന്റെ കാര്യത്തിലാണ്. അതായത് 2-3 സീറ്റ് ഇത്തവണ മേടിക്കുക, അതോടുകൂടി കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിന് പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമാവുക, അപ്പോൾ CPM-നെ ടാർഗറ്റ് ചെയ്യുക, CPM-നെ തകർക്കുക, ആ സ്പെയ്സിൽ വളരുക എന്നുള്ള അജണ്ട ആ രീതിയിലുള്ള ഒരു നിഗമനം അല്ല. വോട്ട് ബാങ്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ അമിത്ഷായെ പോലുള്ള ഒരാളുടെ ബുദ്ധി എത്രമാത്രം കേരളത്തിൽ പ്രവർത്തിക്കും, ഈ വോട്ട് ബാങ്ക് ആയതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞു നമ്മുടെ ചർച്ച അവസാനം പറഞ്ഞോളൂ. ലാസ്റ്റ് പറഞ്ഞോളൂ. അമിത്ഷാ എന്ന് പറഞ്ഞാൽ കുറെ കാലം മലപ്പൊടിക്കാരന്റെ സ്വപ്ന. കാരണം വെച്ചാൽ 10 വർഷത്തിടയ്ക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഈ BJP തന്നെ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഇപ്പൊ പറയുന്ന ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നത്. ഇനിയും കോൺഗ്രസ്, അങ്ങനെ ഒരുപാട് ഫാക്ടർ ഉണ്ട്. കാലം അങ്ങനെ സ്റ്റാറ്റിക് ആയി നിൽക്കില്ല. പിന്നെ 2 ഏഷ്യാനെറ്റിന്റെ ഈ കാര്യം, ഈ 3 ആളുകളിൽ ഏഷ്യാനെറ്റും കൂടി ചർച്ചയ്ക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. ഏഷ്യാനെറ്റ് BJP-യുടെ വശവാദിത്വം കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മാത്രമല്ല, എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പറ്റുമെങ്കിൽ ഓരോ മാസം സർവേ നടത്തട്ടെ, കൈരളി നടത്തണം. അതേക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാവുന്നതാണ്. ന്യൂസിൽ പങ്കെടുത്ത അതിഥികൾക്ക്, പ്രത്യേകിച്ചും ശ്രീ ഷാജൻ സ്കറിയ, ശ്രീ ബാരം ഷഫീർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ MB രാജേഷ് MP, ഒപ്പം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, വളരെയധികം നന്ദി.